സ്കിൽവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് IT മേഖലയിൽ 2 പതിറ്റാണ്ടോളം സേവന പരിചയമുള്ള ഒരു എംപ്ലോയിയായി തുടങ്ങി ഇപ്പോൾ സേവനദാതാവായി ഒരു സംരംഭകനായി മാറിയ ശ്രീ ജംഷീദ് കണ്ടോത്താണ്. നമുക്ക് IT മേഖലയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച്, ഈ ഇൻഡസ്ട്രിയിലെ പൾസിനെ കുറിച്ച് എല്ലാം വിശദമായി അദ്ദേഹവുമായി സംസാരിക്കാം. സ്വാഗതം. താങ്ക് യു. നമുക്ക് നിങ്ങളുടെ ഒരു 20 വർഷത്തെ പരിചയം ഇപ്പോൾ വളരെ യങ്ങർ ഏജിലാണ്, അതോ നിങ്ങളുടെ ലൈഫിൻ്റെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ മേഖലയിലേക്ക് വന്നു എന്ന് മനസ്സിലാക്കാം. നമുക്കിതിൻ്റെ ഈ IT മേഖലയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചെല്ലാം വഴിയെ സംസാരിക്കേണ്ടതുണ്ട്. നിങ്ങളെങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക്, അഥവാ ഒരു 20 വർഷം മുൻപ് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത്, ആ ഒരു എൻട്രിയെക്കുറിച്ച്? ഞാൻ 10 പഠിക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ 8ാം ക്ലാസ്സിൽ അവരുടെ ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഗേൾസിനൊരു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ അവർ ഗവൺമെൻറ് സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പരിപാടിയിൽ അവൾ പങ്കെടുക്കുകയും അവൾക്ക് സെലക്ഷൻ കിട്ടുകയും അവൾ പഠിച്ച് വീട്ടിൽ വന്നിങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ മെഹകൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ അതിലെനിക്ക് താല്പര്യം ജനിക്കുന്നുണ്ടായി. അങ്ങനെ 10 കഴിഞ്ഞാൽ എന്തായാലും കമ്പ്യൂട്ടറെ ചെയ്യൂ, കമ്പ്യൂട്ടറെ എടുക്കൂ എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഞാൻ നാട്ടിലൊക്കെ നോക്കി. അപ്പോൾ നാട്ടിലൊന്നും ഈ ഒരു കോഴ്സുകളില്ല. അപ്പം വീട്ടിൽ വയനാട്ടിൽ മാനന്തവാടിയാണ് എൻ്റെ സ്വദേശം. അപ്പോൾ അവിടെ നോക്കുമ്പോൾ മാനന്തവാടി അടുത്തൊന്നും ഈ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള അന്നത്തെ കാലത്ത് ഈ +2 അല്ലെങ്കിൽ ആ സമയത്ത് അതിൻ്റെ ഫെസിലിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ ഈ വയനാട് മുട്ടിൽ ഓർഫനേജ് നടത്തുന്ന ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അതിലൊരു ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് കൺസോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു കോഴ്സാണ് ഞാൻ എടുക്കുന്നത് 10 കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിലാണ് ഈ നമുക്ക് ഈ ഒരു എൻട്രി വരുന്ന കമ്പ്യൂട്ടർ സയൻസിൽ. അന്ന് നമ്മൾ അവിടെ പോകുന്ന സമയത്ത് പഴയ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളുടെ ലാബിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ കാണുന്ന ഒരു ഡിസ്പ്ലേയോ അല്ലെങ്കിൽ ഇപ്പം മോണിറ്റേഴ്സൊക്കെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റേഴ്സും ജസ്റ്റ് കമാൻഡ് ലൈനിൽ നമുക്ക് എൻട്രി ചെയ്യാം. പുതിയ തലമുറ വലിയ ഫ്ലോപ്പി ഡിസ്ക് ഒക്കെ ഇട്ടിട്ടാണ് നമ്മളന്ന് ഡോസൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവിടെ അന്നത്തെ കാലത്ത് ഡോസും ഇതൊക്കെ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. ഞാൻ പക്ഷേ സ്കൂളിൽ സ്വാഭാവികമായും കുറച്ച് പഴയ സിലബസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊന്നും അപ്ഡേറ്റഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഗുണമായി. കാരണം അന്ന് C++ ഒക്കെ ഇങ്ങനെ ഉദിച്ചുയർന്ന കാലമായിരുന്നു. അപ്പോൾ പക്ഷെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ബേസിക്, ഫോർട്രാൻ, പാസ്കൽ, കൊബോൾ എന്നൊക്കെ പറഞ്ഞ പഴയ ലാംഗ്വേജുകളാണ്. പക്ഷെ അത് നല്ലൊരു ബേസായിരുന്നു. നമുക്ക് എന്താണ് ഇപ്പം കമ്പ്യൂട്ടറിൽ നടക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ എന്താണ്, അതിൻ്റെ ബേസ് നമുക്ക് VHSC കോഴ്സ് കഴിഞ്ഞിട്ട് എങ്ങനെ VHSC കോഴ്സ് കഴിഞ്ഞപ്പം സ്വാഭാവികമായി എനിക്ക് SLCയിൽ ഞാൻ കുറച്ച് ഈ ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ ഞാൻ കുറച്ച് ബാക്കൗട്ടായിരുന്നു. എനിക്ക് മാർക്ക് കുറവായിരുന്നു. പക്ഷേ കമ്പ്യൂട്ടർ സയൻസിലെത്തിയപ്പം സ്വാഭാവികമായും നല്ല മാർക്കുകൾ ലഭിക്കാൻ തുടങ്ങി. വലിയ രീതിയിൽ അധ്വാനിക്കാതെ തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി. +2 കഴിഞ്ഞ് എനിക്ക് ഡിഗ്രിക്ക് മേരി മാത ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വയനാട്ടിൽ എനിക്ക് അവിടെ സീറ്റ് അഡ്മിഷൻ കിട്ടി. അപ്പം ഡിഗ്രി നമ്മൾ ഇതേപോലെ തന്നെ C++, വിഷ്വൽ C++, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഫൈനൽ ഇയറിൽ നമുക്ക് പ്രോജക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് മർക്കസ് കോംപ്ലക്സിലുള്ള ഒരു ബിഗ് ലീപ് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്നായിരുന്നു നമ്മൾ ചെയ്യുന്നത് ഈ അക്കാഡമിക് പ്രോജക്റ്റ്. അപ്പോൾ അതൊരു 10-12ഓളം പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ അടുത്ത സുഹൃത്ത് അരുണും അതേപോലെ കൂടിച്ചേർന്നിട്ടായിരുന്നു അന്ന് ആ 12 പ്രോജക്റ്റുകളും കംപ്ലീറ്റ് ചെയ്ത്. എല്ലാ ആൾക്കാരുടെയും ഗ്രൂപ്പ് പ്രോജക്റ്റുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു എക്സ്പോഷർ നമുക്ക് കിട്ടി. മാത്രമല്ല അവിടുന്ന് നമുക്ക് ഗൈഡൻസ് വന്ന സാറ് വിദേശത്തേക്ക് പോകുന്ന ഒരു സമയത്ത് അവരെന്നെ ഈ ബിഗ് ലീപ്പിലേക്ക് എന്നെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്തു ഈ സാറിൻ്റെ വേക്കൻസിയിൽ. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി പഠനത്തിൻ്റെ ഭാഗമായി തന്നെ കമ്പനിയായിട്ട് പരിചയത്തിലാവുകയും കോഴ്സ് കഴിയുന്നതോടെ തന്നെ ജോലി ജോയിൻ ചെയ്യുകയും ചെയ്യും. അതെ, ബിഗ് ലീപ്പിൽ ജോലി ചെയ്യും. അപ്പോൾ അവിടെ തുടങ്ങിയ സമയത്ത് ഇതേപോലെ വേറൊരു ട്വിസ്റ്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പം ഏറ്റവും ടോപ്പ് ടീം ലീഡേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 2-3 ആളുകൾ, ഒരു ജിൻസ്, ശരത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അന്നത്തെ നമ്മളെ കൊളീഗ്സ്, അവർ പെട്ടെന്ന് എറണാകുളത്തേക്ക് ഒരു കൈറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും, അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും മലബാർ ഏരിയയിലുള്ള ഏകദേശം കോളേജുകളിൽ നിന്നൊക്കെ പ്രോജക്റ്റുകൾ ബിഗ് ലീപ്പിൽ വരുത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ MES മാതിരി അതേപോലെ ചുറ്റുപാടുള്ള എല്ലാ കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ള അവിടെ നിന്ന് പ്രോജക്റ്റുകൾ വരുത്തും.
അപ്പോൾ ഈ പ്രോജക്റ്റുകളുടെയൊക്കെ ഭാരം ഉത്തരവാദിത്വം നമ്മളെ തലയിലേക്ക് വന്നു ചേരുകയുണ്ടായി. അപ്പോൾ അത് പിന്നെ തീർക്കേണ്ട ഒരു ഫോഴ്സ്ഫുൾ, നമ്മൾ പറയല്ലേ നീന്താൻ അറിയാത്തവനെ വെള്ളത്തിൽ കൊണ്ടിട്ട് മതി. പിന്നെ അതിൽ നിന്ന് നമ്മളെല്ലാ പ്രോജക്റ്റുകളും കംപ്ലീറ്റ് ചെയ്യും. അന്നൊക്കെ ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഫിംഗർ പ്രിൻറ്റ് റെക്കഗ്നിഷൻ, അങ്ങനെയുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മൾ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മളിപ്പോൾ ടീം വ്യൂവർ, എനി ഡെസ്ക് ഒക്കെ മാതിരി റിമോട്ട് ഡെസ്ക്ടോപ്പ് ഉടനെ തന്നെ വ്യത്യസ്ത മേഖലകളിലുള്ള ധാരാളം പ്രോജക്റ്റുകളിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ചാലഞ്ചിങ് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ല, വേറെ ചോദിക്കാൻ ആളുകളില്ല. അന്ന് ഈ ഗൂഗിളും ഇതിൻ്റെ ഒന്നും ഈ ഇൻഫർമേഷൻ അത്ര ലഭ്യത കുറവായിരുന്നു. ഞാനൊക്കെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് നാളെ വേറൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ചെയ്തു വെക്കുന്ന എന്തെങ്കിലും പുതിയ ടെക്നിക്കുകൾ നമ്മൾ എന്ത് ചെയ്തു നോട്ട് ചെയ്ത് വെക്കും, കാരണം അടുത്ത പ്രോജക്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് നമുക്ക് ഈ പെട്ടെന്ന് ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇപ്പം ഓപ്പൺ ChatGPT നമ്മൾ ടൈപ്പ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടുകളൊന്നും വന്നില്ല. അത് ചെയ്ത് നമ്മൾ ഏകദേശം കോളേജുകളിൽ ഞാൻ പോയി സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരുപാട് കോളേജുകൾ പോയി സെമിനാർ എടുത്തിട്ടുണ്ട്. കുട്ടികൾ നമ്മൾ അക്കാഡമിക് പ്രോജക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ബിഗ് ലീപ്പിലുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കെ എനിക്ക് MCA ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബിഗ് ലീപ്പിൻ്റെ ഡയറക്ടറോടും സോജി സാർ എന്ന് പറയും, ഇപ്പോൾ കാനഡയിലുള്ള, അപ്പം മൂപ്പരും വില്ലിങ് ആയിരുന്നു, കുഴപ്പമില്ല, എനിക്ക് ഏത് സമയത്തും ബിഗ് ലീപ്പിലേക്ക് വരാൻ, പ്രോജക്റ്റുകൾ ചെയ്യാം, വർക്ക് ചെയ്യാം, പ്രശ്നമില്ല. ഞാൻ അവിടുന്ന് പ്രിൻസിപ്പളോട് സംസാരിച്ചപ്പോൾ പ്രിൻസിപ്പൾ എനിക്ക് ഈ ഗ്യാപ്പ്, ഞാൻ ഒരു 8 മാസത്തോളം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അപ്പോൾ ഈ ഗ്യാപ്പ് എൻ്റെ ഇയർ നഷ്ടപ്പെടാതെ നിനക്ക് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതാൻ വേണ്ടിയുള്ള ഫെസിലിറ്റിയൊക്കെ അവർ ചെയ്തു. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ ഇപ്പോൾ നിങ്ങൾ കരിയറുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ജോലിയുണ്ട്, ആ മേഖലയിൽ കുറേ നെറ്റ്വർക്കുകളായി കുറേ വർക്കുകൾ ചെയ്തിട്ട് കോൺഫിഡൻസ് കിട്ടി, അതിനുശേഷം വീണ്ടും പഠന മേഖലയിലേക്ക് പോകണം എന്നൊരു ഫീലിംഗ് വരുന്നത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് ഈ നമ്മളിപ്പം വേറൊരു ജോലിയിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു എൻ്റർപ്രണർ ആവുന്ന അറിയില്ല, മറ്റൊരു ജോലിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഡിഗ്രിയേക്കാളും ഒരു PG അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഉയർന്ന നമ്മൾ അഡ്വാൻസ്ഡ് ആവണമെങ്കിൽ അതെ ഒരു എഡ്യൂക്കേഷൻ അതിൻ്റെ കൂടെ വേണം. അപ്പോൾ ആ ഒരു ചിന്തയിലായിരുന്നു ഞാൻ PG ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നെ എനിക്ക് ഇവിടുന്ന് നഷ്ടപ്പെടുന്നില്ല, ജോലി എനിക്ക് നഷ്ടപ്പെടുന്നില്ല, എനിക്ക് അവിടെ ചെയ്യാം. അപ്പോൾ ഞാൻ മാറുന്ന സമയത്ത് എൻ്റെ ഡിഗ്രിയിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് അരുണിനെയാണ് ഞാൻ അവിടെ ആക്കിയിട്ട് പോകുന്നത്. അപ്പോൾ മൂപ്പരായിരുന്നു അവിടെ പിന്നെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ വീക്കെൻഡുകളിൽ കോളേജ് കഴിഞ്ഞിട്ട് സീസൺ ക്രിക്കറ്റിൽ കോഴിക്കോട് വന്ന് രാത്രി 2 മണി 3 മണി വരെയൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് 2 ദിവസം പ്രൊജക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഞാൻ തിരിച്ച് പഠിക്കാൻ തിരിച്ചു പോകും. അങ്ങനെ കുറേ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ രാത്രികളിലൊക്കെ കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പഠനം കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് ഒരു സംരംഭകത്വം എന്നതിലേക്ക് വരെയുള്ള ഒരു ജേണി എങ്ങനെ? ഞാൻ ഈ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷവും ഞാൻ ഈ സോയി സാറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സാറിന് അവിടെ ഈ അക്കാഡമിക് പ്രോജക്റ്റുകൾ ചെയ്യാന്നുള്ള മാത്രമല്ല ഇൻഡസ്ട്രി പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്തിരുന്നില്ല. അപ്പോൾ സാറിന് അങ്ങനെ ഇത് ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. നമ്മളൊരു വിങ് സ്റ്റാർട്ട് ചെയ്യാൻ, സോഫ്റ്റ്വെയർ വിങ് സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് MCA ഫൈനൽ പ്രോജക്റ്റ് ചെയ്ത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ മൊത്തം ഓട്ടോമൈസ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റായിരുന്നു ഞാൻ ചെയ്തത്. അത് മൊത്തം നമ്മളുടെ ക്ലാസ്സിലുള്ള എല്ലാ ആളുകളെയും കൂട്ടി സെപ്പറേറ്റ് ആക്കി അതിന് നല്ലൊരു ലീഡർഷിപ്പ് കൊടുത്ത് നമ്മളൊരു നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അവിടെ, ഒരു അക്കാഡമിക് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പം സോയി സാർ ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇവിടെ തോന്നുന്നു, അങ്ങനെ നമ്മളൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഈ ബാംഗ്ലൂരിലുള്ള ഒരു ESSL എന്ന് പറഞ്ഞ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ഡിവൈസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയായിട്ട് കരാറുണ്ടാക്കിയും നമ്മൾ ബിഗ് ലീപ്പിൽ അവിടെ ആളുകളെ എടുത്ത് ട്രെയിൻ ചെയ്ത് ERP സിസ്റ്റത്തിലേക്ക്, ERP അല്ല, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റാണ്. ERPൻ്റെ ഒരു ചെറിയൊരു മൊഡ്യൂൾ. അപ്പം സാലറി ഓട്ടോമേറ്റഡ് ആയിരിക്കും, അവരുടെ വേജസ് ഓട്ടോമേറ്റഡ് ആയിരിക്കും, അങ്ങനെയുള്ള ഫെസിലിറ്റി. അങ്ങനെ ഒരു 10-25ഓളം ക്ലയൻറ്റുകൾ നമുക്ക് കേരളത്തിലുടനീളം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. പിന്നെ ഈ നമ്മൾ പറഞ്ഞു വന്ന നിങ്ങളുടെ ഈ പ്രൊജക്റ്റുകൾ ഒരു എൻ്റർപ്രണർ മേഖലയിലേക്ക് കൂടെ, ഇൻഡസ്ട്രി മേഖലയിലേക്ക് കൂടെ. യെസ്. അപ്പോൾ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ MCAക്ക് അവിടെ എത്തി ജോയിൻ ചെയ്ത് ബിഗ് ലീപ്പിൽ തന്നെ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് HRMS ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അവിടുന്ന് എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു അക്കാഡമിക് പ്രോജക്റ്റിൻ്റെ ടീം ലീഡായിട്ട് പോവുകയും പിന്നെ അവിടുന്ന് ദുബൈയിലേക്ക് മാറി. ദുബൈയിലൊരു 6 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തൊരു കമ്പനിയിൽ. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് ERPയുടെ ഫുള്ള് ഒരു
ഇൻഫർമേഷൻ അവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. കംപ്ലീറ്റ് പർച്ചേസിങ്, GRN, അതേപോലെ അക്കൗണ്ടിങ്, അതിൻ്റെയൊക്കെ ഒരു ഫുള്ള് ഈ എന്താ പറയുക ഇൻഡസ്ട്രിയൽ നോളജ് നമുക്ക് അവിടെ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളത് ഫുള്ള് നമ്മൾ സ്വന്തമായിട്ടൊരു ERP പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 6 വർഷത്തിനും കൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്തത്. നിങ്ങളുടെ ഈ ഒരു എക്സ്പീരിയൻസ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ശരിക്കും ഒരു ത്രൂ ഔട്ട് നിങ്ങളൊരു കരിയർ ജേണിയിൽ പിന്നെ നിങ്ങൾ ഈ പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ ഇൻഡസ്ട്രിയുമായി ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുകയും അതിൻ്റെ ഭാഗമായി വർക്കൗട്ട് ചെയ്യുകയും പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു. ഇതിൽ ശരിക്കും കുട്ടികൾക്ക് അഥവാ ഈ മേഖലയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഫീൽഡിലുള്ള ആളുകൾക്കും ഒക്കെയുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് ഇതിൽ നിന്ന് പിക്ക് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. അത് അവരെ കരിയറിൻ്റെ പഠനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ഇൻറ്റേൺഷിപ്പുകളിലേക്ക് മറ്റും പോകേണ്ട അതിൻ്റെ ഒരു റെലവൻസും ഒന്ന് ഈ സമയത്ത് തന്നെ ചേർത്ത് പറയാം. എനിക്ക് തോന്നുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ അടുത്തുള്ള, അപ്പം നമ്മൾ ഇപ്പം കോളേജ് എവിടെയാണോ അതിന് സമീപത്തുള്ള ഏതെങ്കിലും IT കമ്പനികളോ അതിനിപ്പോൾ വേറെ ഏതെങ്കിലും കമ്പനികളാണെങ്കിലും അവിടെ ഒരു ഇൻറ്റേൺഷിപ്പ് എന്നുള്ളൊരു മോഡൽ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ആളുകൾക്ക് റിസോഴ്സസ് വേണമല്ലോ. അപ്പോൾ അവരുടെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അവർ പോയി അത്യാവശ്യം നമുക്ക് കാലിബർ ഉണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ് സ്കിൽസ് എന്തായാലും ഡെവലപ്പ് ചെയ്യണം. നമ്മളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തണം, നമ്മളുടെ ലാംഗ്വേജസ്, ബോഡി ലാംഗ്വേജ്, അതേപോലെയുള്ള സോഫ്റ്റ് സ്കിൽസ് എല്ലാം നമ്മൾ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായും നിങ്ങളുടെ താല്പര്യം ഉണ്ടാവും. നിങ്ങളെന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ആഡ് ഓൺ ആയിരിക്കും ആ കമ്പനിക്ക്. അപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആവും, മാത്രമല്ല കമ്പനിക്ക് ഒരു ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്തുള്ള കമ്പനികളിൽ പോയിട്ട് ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുക. ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഈ സാധാരണ സിലബസിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഡസ്ട്രിയുമായി കൂടുതൽ അടുത്തിടപഴകാൻ സാധിക്കുന്നതാണ്. അത് നല്ലൊരു കരിയറിൽ നല്ലൊരു ഗ്രോത്തിന് അത് നല്ലതാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന കൂടെ കിട്ടുന്ന വേറൊരു അഡ്വാൻറ്റേജ് ശരിക്കും നമ്മൾ സിലബസിൽ പഠിക്കുന്ന, നമ്മൾ ക്ലാസ് മുറികളിൽ പഠിക്കുന്നതിൻ്റെ കൂടെ ഇൻഡസ്ട്രി എന്ത് ഡിമാൻഡ് ചെയ്യുന്നു എന്നത് കൂടെ അതിൻ്റെ കൂടെ മനസ്സിലാക്കാനും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മളൊരു ജേണി കൊണ്ടുപോകാനും പറ്റും തോന്നുന്നു. അതെ അതെ. ഇനി പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ സംരംഭകത്തിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ, ഞാൻ ഗൾഫ് പോയത് മുതൽ ആദ്യം എനിക്ക് ചെറിയൊരു ഈ ബ്ലാക്ക് ഔട്ടിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ബോധം പോവുക, പിന്നെ 2-3 സെക്കൻഡ് ഉണ്ടാവുള്ളൂ. പക്ഷേ അപ്പോഴത്തേക്ക് ഞാൻ റിക്കവർ ആവും. ഞാൻ കാണിച്ചപ്പം പ്രശ്നമൊന്നുമില്ല, മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ കാണിച്ചപ്പോൾ ഒക്കെ നോർമലാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഞാൻ ദുബൈയിൽ നിന്ന് ആദ്യം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തു, പിന്നെ യുഗോട്ട ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, സൺ ആൻഡ് സയൻസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ വ്യത്യസ്ത സെഗ്മെൻറ്റുകളിലാണോ വർക്ക് ചെയ്തത്? ഞാൻ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ERP, അത് ഞാൻ കോഡിംഗ് ആയിരുന്നു. കോഡിംഗ് ആദ്യം സ്വന്തമായി കോഡ് ചെയ്തു, പിന്നെ ഗ്രൂപ്പ് ഓഫ് ഡെവലപ്പേഴ്സിനെ മാനേജ് ചെയ്തു, ലീഡ് കോഡറായി. പിന്നെ അവിടുത്തെ മൊത്തം IT അവരുടെ സെർവർ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയായിരുന്നു ഹാൻഡിൽ ചെയ്യുന്നത്. എൻ്റെ ഹെഡ് ഓഫ് IT എന്നൊക്കെ പറയുന്ന രൂപത്തിലായി മാറി അവിടുന്ന് ലാസ്റ്റ്. അപ്പോൾ അവിടുന്ന് പിന്നെ ആ സമയത്താണ് ഈ ക്ലൗഡിൻ്റെ ഒരു എമർജിങ് വരുന്നത്, AWS. അപ്പോൾ ഈ യുഗോട്ട ഗിഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഗിഫ്റ്റിങ്ങിൽ നല്ല രീതിയിലൊന്ന് ക്ലച്ച് പിടിച്ച് വരുന്ന സമയം. അപ്പം അവർ ഒരു 5-6 ഡെവലപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നതാണ്. അവർ റാക്ക് സ്പേസിൽ ഒരു മോണോലിത്തിക് മോഡലിലാണ് അവർ റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുകയും അവിടെ നിന്ന് ക്ലൗഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്തു. അത് AWSലേക്ക് ഞാൻ മൈഗ്രേറ്റ് ചെയ്ത് കൊടുത്തു. അവിടെ ഒരു 1.5 വർഷം വർക്ക് ചെയ്തു. പിന്നെ അവിടെ ഞാൻ തന്നെ എൻ്റെ ഒരു ഈ IT നമ്മളെ ക്ലാസ്മേറ്റാണ് അവിടുത്തെ ഹെഡ് ഓഫ് IT എന്ന് പറയുന്നത്. മൂപ്പരുടെ ഒരു സുഹൃത്തിനെ ഞാൻ തന്നെ AWSൽ ട്രെയിൻ ചെയ്യുകയും മൂപ്പര് അവിടെ നമ്മളുടെ റീപ്ലേസ്മെൻ്റായി അവിടെ വർക്കും ചെയ്തതിനു ശേഷം ഞാൻ സൺ ആൻഡ് സയൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്ക് പോയി. അവിടെ ഇതേ ഒരു ഇ-കൊമേഴ്സിൻ്റെ ഒരു ഇടക്കിടക്ക് സൈറ്റ് ഡൗൺ ആയി പോകുന്നത്. നമ്മളിപ്പോൾ സാധാരണ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ എല്ലാവരും കൂടി സൈറ്റിലേക്ക് കയറും, അപ്പോൾ പെട്ടെന്ന് സാധനം ഡൗൺ ആയി പോകും. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ടെക്നിക്ക് നമ്മളെ കയ്യിലുണ്ട്. സ്കെയിലിംഗ്, ഓട്ടോ സ്കെയിലിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് AWSൽ നമ്മൾ ചെയ്ത് അവരുടെ സിസ്റ്റം നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തു, സൺ ആൻഡ് സയൻസ്. അതിന് ഈ സൺ ആൻഡ് സയൻസിൽ നിൽക്കുന്ന സമയത്താണ് വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടുകൂടലൊക്കെ കഴിഞ്ഞുകൊണ്ടേ ഒന്ന് തിരിച്ച് വീട്ടിൽ തന്നെ നിൽക്കുക എന്നുള്ളൊരു ചിന്ത വന്നത്. ഈ ബ്ലാക്ക് ഔട്ട് സാധാരണ ഞാൻ അത്രക്ക് അങ്ങോട്ട് പ്രയോറിറ്റൈസ് കൊടുക്കില്ലേ, 2 വർഷമൊക്കെ കൂടുമ്പോഴൊക്കെ അല്ലേ ബോധം പോകുന്നത്, അതുകൊണ്ട് അത്ര ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ഇത് ലാസ്റ്റ് ഇങ്ങനെ പോയ സമയത്താണ് ഞാൻ പിന്നെ എന്തായാലും മതി, നാട്ടിലേക്ക് പോയി കളയാം, ഒന്നിക്കെ എന്തെങ്കിലും ഒരു അധ്യാപകനൊക്കെ ആയി മാറുക, കാരണം കുറേ ആളുകളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ പഠിച്ച കോളേജിൽ പോയി അവിടെ അവർ ഓക്കെ ഒക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഈ വരുന്ന സമയത്ത് ഞാനൊരു ഫ്രീലാൻസ് ആയിട്ട് ഒരു കമ്പനിയായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പം ഇവരെന്നെ അവിടെ വർക്ക് ചെയ്യാൻ വിടുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഫ്രീലാൻസ് എഗ്രിമെൻ്റ് വേറൊരു കമ്പനിയായിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എന്താക്കുന്നത്, റിസൈൻ ചെയ്യുന്നത്.
അപ്പോൾ റിസൈൻ ചെയ്തപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഈ കമ്പനിക്ക് വേണ്ടി കൂടെ നാട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ എനിക്ക് 2 കമ്പനികളുടെ ബാധ്യത വന്നു. മൂന്നാമതൊരു കമ്പനിയുടെ ബാധ്യത കൂടി വന്നപ്പോഴാണ് ഞാൻ ബിഗ് ലീപ്പിൽ ഒരു അരുൺ പറഞ്ഞല്ലോ. അപ്പോൾ അരുൺ എന്നോട് പറഞ്ഞു നമുക്ക് കെൽട്രോൺ. അതിൻ്റെ ഇടയിൽ ഞാൻ ബിഗ് ലീപ്പിൽ നിന്നപ്പം ഈ ട്രിവാൻഡ്രം കെൽട്രോണുമായിട്ടൊരു PHPയുടെ ഒരു കോച്ചിങ്, ആ സമയത്ത് ഞാൻ ഈ IT-യും ഇൻഡസ്ട്രിയും അക്കാഡമിയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ടേ ആ സമയത്ത് നമ്മൾ ഈ കെൽട്രോൺ ആൻഡ് ബിഗ് ലീപ്പ് ഫിനിഷിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ KBFs എന്ന് പറഞ്ഞൊരു ഈ നമ്മളെ ലിങ്ക് റോഡിൽ അവിടുത്തെ കെൽട്രോണിൻ്റെ സെൻറ്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരുപാട് കുട്ടികൾ PHP ഒക്കെ പഠിച്ചു. അതിൻ്റെ സിലബസൊക്കെ നമ്മളായിരുന്നു പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അവിടെയുള്ള ആ സമയത്ത് ഇത് ഔട്ട്ഡേറ്റഡ് ആയി. അന്ന് നമ്മൾ എഴുതിയ സിലബസാണ്. അത് ഞാൻ അരുണെ പിന്നെ വിളിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നു എന്നല്ലാതെ വലിയൊരു മാറ്റം വന്നില്ല. അപ്പോൾ അവിടെ നിന്നുള്ള 2 കുട്ടികളെ നമ്മൾ കൂട്ടി എൻ്റെ വീടിൻ്റെ താഴെ അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ കമ്പനി റൺ ചെയ്യുന്നത്. ആദ്യം കമ്പനി റൺ ചെയ്തുകൊണ്ടിരുന്നത് 2018-19 കാലത്ത്. അപ്പോൾ അവിടെ നിന്ന് 2 പേരെ വെച്ച് നമ്മൾ വീടിൻ്റെ താഴെയുള്ള ഒരു സെല്ലാർ ഏരിയ ഉണ്ടായിരുന്നു. അവിടെ ഇതേപോലെ ഒരു ഏരിയ, അവിടെ നമ്മൾ ഒരു 3 റൂമാക്കി തിരിച്ച് അവിടെ തുടങ്ങി. അപ്പോൾ പിന്നെ ആദ്യം ഇങ്ങനെ റിക്വയർമെൻറ്റുകൾ വരാൻ തുടങ്ങി. ഇങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ ഫ്രീ ആണ്, അങ്ങനെ ഫ്രീലാൻസ് ചെയ്യാനെന്നുള്ള പറഞ്ഞപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത പല ആളുകളും അവരുടെ കമ്പനികളുടെ റിക്വയർമെൻറ്റ്സൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കൂടുതലും ക്ലൗഡ് മൈഗ്രേഷൻസ് ആയിരുന്നു നമ്മളന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ UK-യിലുള്ളൊരു ടിക്ബൈ എന്ന് പറഞ്ഞിട്ട് ഒരു IoT ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്ത് കൊടുത്തു. അതേപോലെ UK പിന്നെ ബെൽജിയത്തിലുള്ളൊരു ഈ കൊമേഴ്സ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലുള്ള വെബ്സൈറ്റിൻ്റെ മൈഗ്രേഷൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇപ്പോൾ നമുക്ക് ബെൽജിയം, ഫ്രാൻസ്, അതേപോലെ UK, US, ആഫ്രിക്ക, ഇന്ത്യയിലൊക്കെ കസ്റ്റമർ ബേസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്ലൗഡിലേക്ക് നമുക്ക് വരാം. കാരണം നിങ്ങളുടെ കമ്പനിയുടെ പേര് തന്നെ ക്ലൗഡ് എന്നാണ്. അതിന് മുൻപ് ഇപ്പോൾ നിങ്ങൾ ഈ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ നേരത്തെ നിങ്ങളുടെ ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അതിൽ നിന്നും എടുക്കേണ്ട ചില എലമെൻറ്റുകൾ പറഞ്ഞു, ഇൻറ്റേൺഷിപ്പ് പോലെയുള്ള. അതുപോലെ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് പഠിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫ് ജേണിയിൽ നിങ്ങൾ പറഞ്ഞു പോയെന്ന് തോന്നുന്നു. കാരണം ഈ ഒരുപാട് ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ നിന്നും ഓരോ മേഖലയിലേക്കും നിങ്ങളിങ്ങനെ സ്വിച്ച് ചെയ്യുകയും പുതിയ ടെക്നോളജികൾ വരുമ്പോൾ ക്ലൗഡ് വരെയുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ ആയി ഇങ്ങനെ ആ ഒരു വഴിയിലൂടെ നിങ്ങളിങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് വരുന്ന നമ്മൾ അപ്ഡേഷൻ വരുത്തേണ്ടതിൻ്റെ ഒരു റെലവൻസും എങ്ങനെയാണ് ഇപ്പോൾ ഒരു IT പ്രൊഫഷണലായിട്ട് ഇരിക്കുന്ന ആൾ ഇത് എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ ഒന്ന് ഈ നിങ്ങളുടെ സ്റ്റോറിയിൽ തന്നെ ഉണ്ട്, അതിനൊന്ന് പറഞ്ഞാൽ നന്നുണ്ട്. അതായത് നമ്മൾ ഈ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ഞാൻ ആദ്യം ഒരു കോഡറായിരുന്നു, പ്യുവർ ഡെവലപ്പറായിരുന്നു. അതിനുശേഷം ഈ ഡെവലപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ക്ലൗഡിലേക്ക് സെർവർ സൈഡിൽ നമുക്ക് കൂടുതൽ എക്സ്പോഷർ തരുന്നത്. അപ്പം ആദ്യം ഫസ്റ്റ് നമുക്കൊരു എന്താ പറയുക, ഈ അൽഗോരിതംസ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പല അൽഗോരിതംസ് ഉണ്ടല്ലോ, ഡാറ്റ സ്ട്രക്ചേഴ്സ് നമുക്ക് പഠിച്ച് അതിൻ്റെ ഒരു അറിവ് നേടാൻ പറ്റുവാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നമുക്ക് ആ ലോജിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നിലവിലുള്ള പൈത്തൺ ആണെങ്കിലും ജാങ്കോ ഒരു ഫ്രെയിം വർക്കാണ് പൈത്തണുള്ള, ഗോ ആണെങ്കിലും ഇപ്പോൾ മൈക്രോ സർവീസസിനെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഗോ എന്ന് പറയുന്ന ഒരു ഗൂഗിളിൻ്റെ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ലാംഗ്വേജാണ്. അപ്പം കാലഘട്ടത്തിനനുസരിച്ച് ആളുകൾക്ക് കുറച്ചും കൂടി ഈസിനെസ് വരുത്താനാണ് പുതിയ ലാംഗ്വേജുകൾ വരുന്നത്, അല്ലാതെ നമ്മൾ ടഫാക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പം ബേസിക്കലി നമ്മളൊരു പ്രോഗ്രാം എഴുതുന്നതിൻ്റെ ഒരു 2/1 സമയം മതി, എത്രയോ വളരെ മൈന്യൂട്ടായിട്ടുള്ള സമയം മതി നമുക്ക് ഗോയിൽ നമുക്കൊരു പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഹാർഡ്ഷിപ്പിൽ നിന്ന് നമുക്കൊരു മോചനമാണ് ശരിക്കും പുതിയ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്ര എളുപ്പം സ്വിച്ച് ചെയ്യുന്നത് നമുക്ക് അത്രയും നമ്മൾ ഈസി ആവുകയാണ് ചെയ്യുക, നമ്മളത്രയും നമ്മൾ റിലാക്സ്ഡ് ആവുകയാണ് ചെയ്യുക. മറ്റേ നമ്മൾ അത് പഠിക്കണമല്ലോ, അതിലേക്ക് പോകണമല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഹാർഡ്ഷിപ്പ് ചെയ്യാണ്. അതായത് പണ്ട് കട്ട ചുമന്ന് വെക്കുന്ന ആളുകൾ ചെയ്യുന്നത് നമ്മൾ ലിഫ്റ്റിലെടുത്ത് കൊണ്ടുപോകുന്ന തമ്മിലുള്ള വ്യത്യാസം. ഇയാൾക്ക് പണിയുണ്ട്, ഇന്ന് ജസ്റ്റ് എടുത്ത് വെച്ചാൽ മതി, മറ്റേ നമ്മൾ 4-5 സ്റ്റെപ്പ് കയറി കൊണ്ടുപോകണം. അപ്പോൾ അതുമാതിരി നമ്മളുടെ വർക്ക് ഈസിയാവും. പക്ഷെ നമ്മൾ അതിന് കുറച്ചൊരു ടൈം നമ്മൾ കണ്ടെത്തണം അതിൻ്റെ ഇൽമ പഠിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഈ മാറുമ്പോൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടാകുന്നൊരു ഉദാഹരണം, അപ്പോൾ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാവുന്നൊരു ഫീലിംഗ്, ഇപ്പോൾ അവർ കോളേജിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സിലബസിൻ്റെ ഭാഗമായിട്ടുള്ളത് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ അത്ര തന്നെ ഉപയോഗത്തിലില്ലാത്ത ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ്. അപ്പോൾ അവർക്കൊരു ധാരണ ഉണ്ടാവും ഇൻഡസ്ട്രിയിൽ ഇതില്ലല്ലോ, നമ്മൾ പിന്നെ എന്തിനാണ് ഇതിൽ സമയം കളയുന്നത്. അത് നമുക്ക് പിന്നെ അതിലേക്ക് പോകുന്ന സമയത്ത് അന്ന് ഏറ്റവും
ആളുകൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡിമാൻഡ് അനുസരിച്ചുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിച്ചാലും മതി എന്നൊക്കെയുള്ള കാഴ്ചപ്പാട് ഒരു പക്ഷേ ചില വിദ്യാർത്ഥികൾക്കെങ്കിലും ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഈ ബേസിക് ആയിട്ടുള്ളതാണെങ്കിലും അത് പഠിക്കുന്നത് ഇവർക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ്. അത് നമ്മളിപ്പോൾ നമ്മളെ മുമ്പിലുള്ളത് എന്താണെന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ തന്നെ ആയിരിക്കും ബാക്കിയുള്ളതിലുണ്ടാവുക. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ നമ്മളിപ്പം സാധാരണ ചോറ് തന്നെയാണ് ബിരിയാണിയും നെയ്ച്ചോറും മന്തിയും ഒക്കെ ആയി മാറുന്നത്, അത് കരിയാണെന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലോജിക്ക്, ലൂപ്പ്, ഈഫ് ലൂപ്പ്, ഈഫ് വൈൽ, അതേപോലെ ലൂപ്പിങ്, അതേപോലെ നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സ്, അതൊക്കെ നമ്മൾ ഏത് ലാംഗ്വേജ് പഠിച്ചാലും അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തെ ലാംഗ്വേജിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു വേറെ വേർഷനാണെന്ന് മാത്രം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്ലൗഡ് ടെക്നോളജിയിലേക്ക് വന്നാൽ ശരിക്കും എന്താണ് ഈ ക്ലൗഡ് സാങ്കേതികവിദ്യ, എന്തൊക്കെയാണ് അതിൻ്റെ പാർട്ടായിട്ട് വരുന്നത്? കാരണം ഈ മേഖലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ അതിൻ്റെ ഒരു വ്യത്യസ്ത ആംഗിളുകളെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ക്ലൗഡിൻ്റെ അഡാപ്ഷൻ ഫുള്ളായിട്ട് വന്നിട്ടൊന്നുമില്ല. ഇപ്പോഴും ഓൺ പ്രിമൈസസിൽ റൺ ചെയ്യുന്ന ഒരുപാട് കൺട്രീസ് ഉണ്ട്. ആഫ്രിക്കയിലൊക്കെ കണ്ടമാനം നമുക്ക് ക്ലൗഡിന് സാധ്യതകളുണ്ട്. കാരണം അങ്ങനെ ഒരു മൈഗ്രേഷൻ ഒന്നും നടന്നിട്ടില്ല. കൂടുതലിപ്പോൾ മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്. ക്ലൗഡ് ഒരു ധാരണ, ക്ലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മേഘത്തിലേക്ക് ആളുകൾ നോക്കുന്നത് പോലെ നമ്മളുടെ ഡാറ്റ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുക മാത്രമല്ല നമുക്ക് കമ്പ്യൂട്ടിങ്, പ്രോസസ്സിങ്, അതൊക്കെ നമുക്ക് സാധാരണ ഒരു സെർവർ, ഒരു ഡാറ്റ സെൻറ്റർ എന്നുള്ളത് മാറിയിട്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന, എപ്പം വേണമെങ്കിലും മാറ്റാൻ പറ്റുന്ന എന്താ പറയുക ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്. അത് പല ബ്രാൻഡുകളും ഇപ്പോൾ ആമസോൺ ആണെങ്കിൽ ആമസോൺ വെബ് സർവീസസ്, ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം GCP, മൈക്രോസോഫ്റ്റ് ആണെങ്കിൽ അസൂർ. അപ്പോൾ ഇതിൽ അവർക്കൊക്കെ പല റീജിയനുകളിലും സെർവേഴ്സും ഡാറ്റാ സെൻറ്റേഴ്സൊക്കെ ഉണ്ടാവും. അത് ക്ലൗഡിലൊന്നല്ല, നമ്മൾ ഇതേപോലെ തന്നെ ഫിസിക്കൽ ലൊക്കേഷനിൽ ഒരുപാട് സെർവേഴ്സുകൾ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആയിട്ട് ചെയ്തിട്ടാണ് ക്ലൗഡ് ചെയ്യുന്നത്. പക്ഷെ അതിനൊരു പേര് കൊടുത്തതെന്നുള്ളൂ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട്. ഇവരെ സർവീസ് യൂസ് ചെയ്യുന്ന ഓരോ കമ്പനികൾക്കും സെപ്പറേറ്റ് സെർവറുകൾ സെറ്റ് ചെയ്യേണ്ട, ഇവരെ സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്പേസ് ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യാൻ പറ്റും. അതെ. അപ്പം നമുക്ക് പണ്ടത്തെ ഒരു ഇതിലാണെങ്കിൽ, പണ്ടത്തെ ഒരു ട്രഡീഷണൽ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു പുതിയ സെർവർ വേണമെങ്കിൽ നമ്മൾ അതിനൊരു പർച്ചേസ് ഓർഡർ കൊടുക്കണം, അതിൻ്റെ വെൻഡർ സെലക്ട് ചെയ്യണം, ഏത് ബ്രാൻഡ് വേണം നമ്മൾ നോക്കണം, അതിന് എത്ര റാം വേണം, എത്ര CPU വേണം, അത് എത്ര സ്റ്റോറേജ് വേണം, അതൊക്കെ നമ്മൾ പറയണം. ഇവിടെ ഇപ്പം നമ്മൾ പുതിയ മോഡേൺ എറയിൽ നമുക്ക് ഒരു റിക്വയർമെൻറ്റ്, നമുക്കിപ്പോൾ ഒരു ചെറിയൊരു മൈക്രോ സർവീസ് റൺ ചെയ്യണം. അപ്പോൾ റൺ ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു 1 GB റാം മതി, ഒരു 10 GB സ്റ്റോറേജ് മതി, ഒരു 2 CPU കൊടുത്താൽ മതി. അപ്പോൾ ഇതെന്താക്കാം, നമുക്ക് ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു സെർവർ അപ്പാക്കാം. മനസ്സിലായിരുന്നു? ഇതൊരു വെർച്വൽ മെഷീൻ ആയിരിക്കും ഏതെങ്കിലും ഡാറ്റാ സെൻറ്ററിൽ. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം ഏത് റീജിയൻ വേണം, അയർലാൻഡ് വേണം, UK വേണം, സിംഗപ്പൂർ വേണം, ഇന്ത്യയിൽ മുംബൈ വേണം. അപ്പോൾ എല്ലാ ക്ലൗഡ് പ്രൊവൈഡേഴ്സിനും ഇതേപോലെ പല റീജിയനിലും നമുക്ക് അവൈലബിൾ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മൾട്ടി അവൈലബിലിറ്റി സോൺ, അതായത് ഒരു സ്ഥലത്ത് ഇപ്പം നമ്മൾ ഒരേ സെയിം റീജിയൻ ആണെങ്കിൽ തന്നെ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഇപ്പം ഒരു വെള്ളപ്പൊക്കം എന്തെങ്കിലും ഉണ്ടായാലും വേറെ സ്ഥലത്ത് ഇല്ലാത്ത രീതിയിൽ മൾട്ടി അവൈലബിലിറ്റി സോണിൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു രാഷ്ട്രത്തിൽ തന്നെ ബാധിക്കുന്ന എന്തെങ്കിലും കലാമിറ്റി വന്നു കഴിഞ്ഞാൽ വേറൊരു റീജിയൻ നമുക്ക് അതിൻ്റെ ബാക്കപ്പ് ചെയ്യാം. അത് നമ്മുടെ ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഒരു ആഭ്യന്തര പ്രശ്നം അല്ലെങ്കിൽ വേറെ ഒരു യുദ്ധമോ എന്തോ പ്രശ്നങ്ങളുണ്ടായാലും നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് തടസ്സങ്ങൾ നേരിടാതെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാറ്റത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തന്നു. ഇപ്പോൾ ശരിക്കും നമ്മളൊരു AI പ്രാക്ടിക്കലി വന്ന് തുടങ്ങി, അതിൻ്റെ ഒരു ഇനീഷ്യൽ ഘട്ടമെങ്കിലും വന്നു എന്ന് നമുക്ക് പറയാവുന്നൊരു മേഖലയിലേക്ക് എത്തി. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഒരുപാട് തരം ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ തൊഴിലുകൾ റീപ്ലേസ് ചെയ്യപ്പെടുമോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ പലതരത്തിൽ ബാധിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു ജേർണിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്ന നിലയ്ക്ക്. ഈ തൊഴിൽ പറയുമ്പോൾ നിങ്ങളൊരു ഈ മേഖലയിലുള്ളൊരു സംരംഭങ്ങൾ കൂടിയാണല്ലോ. അതെ. അപ്പോൾ ആ നിലക്ക് കൂടെ പറയാം. ഞാൻ AI പറയുന്നതിന് തൊട്ട് മുമ്പേ നമ്മൾ ഈ ക്ലൗഡിൽ ഏറ്റവും കൂടുതൽ ഈ ക്ലൗഡിൻ്റെ ഒരു ബൂമിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളൊരു ടെക്നോളജി ഉണ്ട്, കണ്ടെയ്നറൈസേഷൻ, ഡോക്കർ എന്നൊക്കെ പറയാം. അപ്പം അതിലിപ്പം ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കുബർനീറ്റ്സ് എന്ന് പറയുന്നത്. അത് ഗൂഗിൾ സെറ്റപ്പ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിപ്പം എങ്ങനെ നമുക്ക് പണ്ടത്തെ ഒരു ട്രഡീഷണൽ മോഡലിൽ നമുക്കൊരു സെർവർ വേണമെങ്കിൽ നമ്മൾ ഒരുപാട് എന്താ പറയുക, നമുക്ക്
അത് മാനുവലി നമുക്ക് എന്ത് ചെയ്യണം, കോൺഫിഗർ ചെയ്യണം, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. നേരെ മറിച്ച് നമുക്കൊരു പ്രോഗ്രാം ചെയ്യുന്നത് പോലെ തന്നെ, നമ്മൾ ലോജിക്ക് എഴുതുന്ന പോലെ തന്നെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെർവറിൻ്റെ കാര്യങ്ങളും സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കോഡിൽ എഴുതാം. അതിന് ഇൻഫ്രാസ്ട്രക്ചർ ആസ് കോഡ് എന്ന് പറയും. അപ്പോൾ ഈ കോഡ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മളൊരു റീജിയൻ നമ്മളത് സെറ്റപ്പ് ചെയ്തു, നമുക്ക് വേറെ റീജിയനിൽ അപ്പാക്കണമെങ്കിൽ നമുക്ക് ഈ സെയിം പ്രോഗ്രാം റൺ ചെയ്താൽ മതി. അപ്പം നമുക്ക് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത് തരും ഓട്ടോമാറ്റിക്കായിട്ട്. അതൊക്കെ AI കൂടി നമുക്ക് ഇപ്പം നിലവിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പാർട്ടാക്കിയിട്ട് AI ഉള്ള, അതായത് എന്തെങ്കിലും ഒരു ചെറിയൊരു ലേറ്റൻസി എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ട്, ഇപ്പോൾ ഒരു റീജിയനിലേക്ക് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഡിസിഷൻ എടുത്ത് നമുക്ക് അടുത്ത റീജിയനിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇപ്പോൾ ക്ലൗഡിൽ തന്നെ ഒരുപാട് AI ഫീച്ചേഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഈ AI ജോലികൾ കളയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പാരമ്പര്യമായി കണ്ടുവരുന്ന ഒരുപാട് തൊഴിലുകൾ ചില സമയം ഔട്ട്ഡേറ്റഡ് ആവാൻ റീപ്ലേസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം AI നമ്മളിപ്പം ഏതൊരു കമ്പനി ആണെങ്കിലും എല്ലാ ടെക്നോളജിയിലും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ. അതെ. അപ്പം സ്വാഭാവികമായും എല്ലാവരും നോക്കുന്നത്, ഇപ്പം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിന് എവിടെയാണോ കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്നത് അവിടെ കോസ്റ്റ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. അപ്പം സ്വാഭാവികമായും AI ചെയ്യാൻ പറ്റുന്ന പണികൾ സ്വാഭാവികമായും AI തന്നെ ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഈ മീറ്റിങ്ങൾ, എനിക്കിപ്പോൾ UK എന്നുള്ളൊരു റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. AI ബേസ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്, ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ മീറ്റ് ചെയ്യുമല്ലോ, അപ്പം ഓൺലൈനിലൊക്കെ മീറ്റ് ചെയ്യുന്നതിൻ്റെ ഫുള്ള് നമ്മൾ ആ മീറ്റിങ്ങിൻ്റെ റെക്കോർഡിങ് മൊത്തം നമ്മൾ എടുത്തിട്ട് ആ ഓഡിയോനെ നമ്മളെന്താക്കും, നമ്മൾ അത് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ടെക്സ്റ്റിനെ ഇവർ AI വെച്ചിട്ട് പ്രോസസ്സ് ചെയ്യും. AI വെച്ച് പ്രോസസ്സ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു അനാലിറ്റിക്കൽ ഡാറ്റ ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മളുടെ ക്ലയൻറ്റിന് ഇമെയിലായിട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ എൻ്റെ വേറൊരു സുഹൃത്ത് ഇപ്പോൾ AI ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ വാട്സപ്പ് ഉണ്ടല്ലോ, അപ്പോൾ വാട്സപ്പിൽ ഇപ്പോൾ ഞാനൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ ഒരു ചെറിയ മൈക്രോ സർവീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഈ മൈക്രോ സർവീസിൽ ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്യും, വാട്ട് ഈസ് ദ മോസ്റ്റ് സെയിൽഡ് ഐറ്റം ടുഡേ. ഞാൻ വാട്സപ്പിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റുകൾ നമ്മളെ സിസ്റ്റത്തിലേക്ക് പോകും. നമ്മൾ അടിച്ച ഈ ടെക്സ്റ്റിനെ AI എന്താക്കുന്നു വെച്ചാൽ കൊറിയാക്കി മാറ്റും. ആ കൊറി നമ്മൾ ഡാറ്റാബേസിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ച് ആ റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്മാർ സംസാരിക്കുന്ന ഭാഷയാക്കിയിട്ട് നമുക്ക് വാട്സപ്പിൽ തിരിച്ച് മെസ്സേജ് കിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് വാട്ട് ഈസ് ദ ടോപ്പ് സെയിൽസ് നമ്മൾ വാട്സപ്പിൽ ഇടുന്നത്. വാട്സപ്പിൽ ഞാൻ വാട്ട് ഈസ് ദ ടോപ്പ് സെല്ലിംഗ് പ്രോഡക്റ്റ് ടുഡേ, അപ്പോൾ എനിക്ക് കിട്ടും എത്ര പ്രോഡക്റ്റ് സെല്ലായി, ടോട്ടൽ എത്രയും എമൗണ്ട്, അതിൽ എത്രയും ലാഭം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലൈഫിന് ഒരുപാട് ഈസിനെസ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ക്ലൗഡ് മേഖലയിൽ നിങ്ങൾ AI ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ എലമെൻറ്റുകൾ പോലും AIയുടെ സാധ്യത. ഇപ്പോൾ നമ്മൾ ഈവൻ സെർച്ച് എഞ്ചിനുകളിൽ വരെ AI ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു മാറ്റത്തെ ഇനിയിപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് വന്നു എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിലിമിനറി സ്റ്റേജിലേക്ക് നമ്മളിങ്ങനെ ഒരു എൻട്രി എടുക്കുന്നു. പിന്നെ വലിയ നിക്ഷേപക സാധ്യതയുള്ള പല കമ്പനികളും നമ്മൾ മെറ്റാവേഴ്സ് പോലെയുള്ള ഒരു വെർച്വൽ ലോകം തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള പഠനത്തിലും ഗവേഷണത്തിലും ഒക്കെയാണ് എലോൺ മസ്കിനെ പോലെയുള്ള പലരും ആ ഫീൽഡിൽ നന്നായി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മാറ്റങ്ങൾ, അഥവാ ഇപ്പോൾ AI വരുന്നത് തന്നെ നമ്മളത്ര ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വരും എന്ന് പലരും പ്രഡിക്റ്റ് ചെയ്യുകയോ അങ്ങനെ പ്രതീക്ഷിക്കുകയോ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മാറ്റങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, അങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുക? പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൽ IoTയിലെല്ലാം നിങ്ങളൊരു ബേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ഇപ്പോൾ IoTയിൽ ഞാൻ ചെയ്തൊരു വർക്ക് നമ്മൾ UKയിലുള്ളൊരു കമ്പനിക്ക് വേണ്ടിയിട്ട്, അവർ ഈ ബയോ നമ്മളുടെ ഈ എന്താ പറയുക ഫിംഗർ പ്രിൻ്റ് അല്ല, നമ്മളെ എനിക്ക് തോന്നുന്ന രക്തത്തിൻ്റെയൊക്കെ സാമ്പിളുകൾ എടുത്തിട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. അവർ അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതൊക്കെ എന്താ പറയുക വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് സാധാരണ മെഡിക്കൽ റിപ്പോർട്ടുകൾ അനലൈസ് ചെയ്യുന്നതിനേക്കാളും ഇവർക്ക് AI വെച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഇപ്പോൾ ഒരുപാട് ഡാറ്റ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡാറ്റകളിൽ ഇതിൽ വരുന്ന കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് പകരം ഈ AI സിസ്റ്റം ഇവർ നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് റെസ്പോൺസ് ഹെൽത്ത് ഇഷ്യൂസ്. യെസ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഗുജറാത്തിലേക്കുള്ള ഒരു പ്രോജക്റ്റ് IoTയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലിപ്പോൾ IoT എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ടെക്നോളജി മാത്രമല്ല, ഇപ്പോൾ IoTയിൽ തന്നെ നമ്മൾ AIയും പാർട്ടാക്കും. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹോം ഓട്ടോമേഷന് വേണ്ടിയിട്ട് ഒരു ഇത് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ മൊബൈലിൽ നിന്ന് നമുക്ക് എന്താ വീട്ടിലുള്ള ഡിവൈസസുകൾ ഏത് ഡിവൈസസുകളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന
ഒരു IoT പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പം വീട്ടിലിപ്പം ഏതൊക്കെ റൂമിൽ കറണ്ട് ഓണാണെന്നൊക്കെ നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റും. ഏതൊക്കെ അതേപോലെ അതിൻ്റെ യൂസേജ്, അല്ല വാട്ടറിൻ്റെ, അതേപോലെ ഇപ്പം നമുക്ക് ഒരു കുറച്ച് ചീര നനക്കാൻ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നനക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾക്ക് മൊബൈലിൽ ഇങ്ങനെ ആപ്പിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, രാവിലെ 10 മുതൽ 10:15 വരെ ഇന്ന് ചീര നനക്കണം. അപ്പോൾ ഇന്നും രാവിലെ അവിടെ നനവ് നടന്നോളും. ഇങ്ങനെ നമുക്ക് എല്ലാ മേഖലയിലും ഇത് ടെക്നോളജി ഈ മാറ്റങ്ങളും അതിൻ്റെ കൂടെ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരം മാറ്റങ്ങളിലേക്ക് വരും. അപ്പോഴും അതിലേക്കൊക്കെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാനും നമുക്കതിനെ സ്വീകരിക്കാനും പറ്റുക എന്നതാണല്ലോ. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഒരു വേറൊരു ആംഗിളിലേക്ക് നോക്കിയാൽ ഇപ്പോൾ ഈ ടെക്നോളജിയൊക്കെ ദുരുപയോഗപ്പെടുത്താനുള്ള അതുമൂലം പലതരത്തിലും ഇപ്പോൾ ഡീപ്പ് ഫേക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള പല തട്ടിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ യുദ്ധമേഖലകളിലെല്ലാം ഈ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പോസിറ്റീവായും നെഗറ്റീവായും എല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വിശാലമായ മറ്റ് സാധ്യതകളെക്കുറിച്ചുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇപ്പോൾ ഈ നമ്മളിപ്പം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ ഉണ്ടല്ലോ, അപ്പം നമുക്ക് ഇപ്പം ഞാനല്ലാതെ നമുക്ക് ഇപ്പം മൊബൈൽ വാട്സപ്പിലാണെങ്കിൽ തന്നെ നമുക്ക് APIs ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു കോള് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ ഇത് സാധാരണ രീതിയിൽ ഒരു ബിസിനസ് പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് അത് ഫ്രോഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ എന്നെ തന്നെ ഫേക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മൾ സാധാരണ കാണുന്നതല്ല, ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ വേറൊരു അക്കൗണ്ട് ചെയ്തിട്ട് ഇപ്പം എൻ്റെ പേരിൽ എൻ്റെ ഫുള്ള് സെറ്റപ്പും വെച്ചിട്ട് ആളുകളോട് ചോദിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പൈസക്ക് ചോദിക്കുക, എന്നിട്ട് അവർ ട്രാപ്പുകൾ പെട്ടുപോകാതിരിക്കാൻ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമോ? നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ സെക്യൂർ ആയിട്ടുള്ള ആക്സസ്സുകൾ നമ്മളെപ്പോഴും സെക്യൂർ ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൊബൈലിലാണെങ്കിലും നമ്മൾ ഈ പബ്ലിക് സ്പേസുകളിൽ നമ്മൾ വൈഫൈ കണക്ട് ചെയ്യുന്ന അങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നമ്മളുടെ സിസ്റ്റത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്താക്കരുത്, ഇപ്പോൾ പിന്ന്, കോഡുകൾ അതൊക്കെ നമ്മൾ സെക്യൂർ ആക്കിയിട്ട് കീപ്പ് ചെയ്യണം. നമുക്ക് കോൺഫിഡൻഷ്യൽ ഡാറ്റ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ആക്സസ് ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ നമ്മൾ നെറ്റ് ബാങ്കിങ് ആണെങ്കിലും അതേപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ പറ്റിക്കപ്പെടുന്നത് ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിലാണ്. അല്ലാണ്ട് ഇപ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടാൻ കൂടുതലായിട്ട് ഇന്നത്തെ കാര്യത്തിൽ പിന്നെ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഡ്രസ്സുകളില്ലാതെ ഫോട്ടോകൾ കൊടുക്കുക, അങ്ങനത്തെ ഡീപ്പ് ഫേക്കിങ്. ഇപ്പം നമ്മൾ വേറെ ആരെങ്കിലും ആയിരിക്കും നമ്മൾ ഫേസ് വെച്ചിട്ട് ജസ്റ്റ് കറക്റ്റ് നമ്മളെ പോലെ തന്നെ വീഡിയോ ഉണ്ടാക്കിയിട്ട് അവർക്ക് പല ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക, അവരോട് പൈസ വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ വേറൊരാൾ ഡീപ്പ് ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയിട്ട് നമുക്ക് അയച്ചു തരും. എന്നിട്ട് അവർ പറയും പൈസ ഒന്നുമില്ല, നമ്മളിത് പബ്ലിഷ് ചെയ്യും, ആ രീതിയിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഫ്രണ്ട് സർക്കിൾ ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ പബ്ലിക്കലി ഇടാതെ, ഇപ്പം ഫേസ്ബുക്കിൽ തന്നെ ഞാനെവിടെ പോകുന്നു, ഞാനെവിടെ ഉള്ളത്, ഫുൾ ഇൻഫർമേഷൻ നമ്മളിങ്ങനെ പബ്ലിഷൈസ് ചെയ്യാതെ കുറച്ച് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. അതെ, നിങ്ങൾ നേരത്തെ വന്നൊരു ജേണി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ വിദ്യാർത്ഥികളും ഈ ഫീൽഡിലുള്ള ആളുകളൊക്കെ ചെയ്യേണ്ട അല്ലെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റോറിയുടെ ഭാഗമായിട്ട് നമ്മൾ പങ്കുവച്ചു. ഇനി ഈ മേഖലയിൽ സംരംഭകത്വത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവരോടെന്താണ് പറയാനുള്ളത് എന്ന ചോദ്യത്തോടെ നമുക്ക് സംരംഭകരോട് പറയാനുള്ളത്, ഫസ്റ്റ് നമുക്കൊരു MVP, ഒരു മിനിമം വാല്യൂ പ്രോഡക്റ്റുകൾ ഇപ്പോൾ നമ്മളെടുത്തുണ്ടാകും. നമ്മളെടുത്തൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ കോൺസെപ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, അതിനെ പ്ലാൻ ചെയ്യുക, അതിനെ ഒരു പ്രോഡക്റ്റാക്കി മാറ്റുക. ഒരു ചെറിയ പ്രോഡക്റ്റാണ് ചെറിയ പ്രോഡക്റ്റ് ആക്കിയിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവർക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളുകളാണ്, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഒരു നമുക്കറിയാൻ പറ്റും, എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ ഒരു 2 years എടുക്കുക അതൊരു സ്റ്റാർട്ടപ്പ് അതിൻ്റെ ഒരു ശൈശവദശ തരണം ചെയ്യണമെങ്കിൽ. അപ്പോൾ അതുവരെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇപ്പം നമ്മളുടെ ഒരു പ്ലാനും നമ്മളുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ആ പ്രൊഡക്റ്റിന് എന്താണ് വാല്യൂ ആഡ് ചെയ്യുന്നത് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ എക്കോണമിയിലേക്ക് എന്താ വാല്യൂ ആഡ് ചെയ്യുന്നത് നോക്കിയിട്ട് അതിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മളെടുത്തൊരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് ആ പ്രോഡക്റ്റ് ചെയ്യുന്നത്, ഇപ്പം AI ഒരുപാട് സാധ്യതകളുണ്ട് നമുക്ക്. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ചെറിയൊരു സർവീസാണ് നമ്മളിപ്പോൾ വാട്സപ്പിൽ നമ്മളൊരു സെയിൽ കൊടുക്കാം. അപ്പോൾ അതേപോലെ എന്തെങ്കിലും ഒരു MVP നമ്മൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം,
അതിനെ ഇൻവെസ്റ്റേഴ്സ് സമീപിക്കുക. അതിനൊരുപാട് മേഖലകളുണ്ട്. ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ തന്നെ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ അവിടെ മീറ്റപ്പുകൾ നമ്മൾ പോവുക, നമ്മൾ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെയാണെങ്കിലും നമ്മളെ ക്യാഫറ്റിൻ്റെ ഒരു ഒരു പരിപാടി അവർ സംഘടിപ്പിക്കാറുണ്ട് വർഷത്തിൽ. IT പ്രൊഫഷണൽസിൻ്റെ ഒരു മലബാർ ഏരിയയിലുള്ളൊരു കൂട്ടായ്മയാണ്. അപ്പോൾ അവർ ഇതേപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്താക്കാം പോയിട്ട് പ്രശ്നം. പിന്നെ ഇതേപോലെയുള്ള കണക്ഷൻസ് നോക്കുക. നമ്മൾ ഈ ലിങ്ക്ഡിനിലൊക്കെ ഒന്ന് കുറച്ചുകൂടി ആക്റ്റീവ് ആവുക. നമ്മളെന്താണോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ആ പ്രൊഡക്റ്റുകളുടെ നമ്മളെടുത്ത് ഒരു പ്രോഡക്റ്റ് ഒരു ആശയം ഉണ്ടാവുകയും അതിനെ നമ്മൾ ഒരു വികസിപ്പിക്കുകയും ചെയ്യും. പ്രോജക്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയും അതിനെ നമ്മൾ മാർക്കറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ് ചെയ്യാം. ബേസിക്കലി നമ്മുടെ അടുത്ത് ആശയങ്ങൾ ഉണ്ടാവുകയും അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നിടത്തേക്ക് നമ്മൾ എത്തിയാൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ സക്സസ് ആവാൻ പറ്റുന്നതാണ്. മാർക്കറ്റിംഗ് ഒക്കെ ഇപ്പം നമുക്ക് എന്താ പറയുക ഒരുപാട് സാധ്യതയുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഈസിയാണ്. കുറച്ച് ചിലവുകളുണ്ടാവും, പക്ഷെ എന്നാലും ഓർഗാനിക്കായിട്ട് തന്നെ നമുക്ക് നമ്മളുടെ ട്രാഫിക്കുകൾ നമ്മളുടെ വെബ്സൈറ്റിലേക്കും ഒക്കെ ട്രാഫിക്കുകൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നന്ദി. ഇത്രയും സമയം നിങ്ങളുടെ ഒരു കരിയറിലൂടെ തന്നെ കരിയറിൻ്റെ ഭാഗമായി ഉള്ളൊരു ജേണി ചേർത്ത് വെച്ചുകൊണ്ട് ഇത്രയും സമയം നമ്മുടെ പ്രേക്ഷകരുമായി സംവദിച്ചതിന് താങ്ക് യു.